പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ഉൻസിലത്തി സൂറത്തുൻ അൻ ആമിനൂ ബില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ ദൂതനോടൊപ്പം സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വല്ല അധ്യായവും അവതരിപ്പിക്കപ്പെട്ടാൽ അവരുടെ കൂട്ടത്തിൽ കഴിവുള്ളവർ നിന്നോട് യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം തേടുന്നതാണ്. അവർ പറയും, ഞങ്ങളെ വിട്ടേക്കണം, ഞങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിലാകാം. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാനും അവൻ്റെ ദൂതനോടൊപ്പം സമരത്തിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലെ കഴിവുള്ളവരില്ല, യുദ്ധത്തിന് പോകാൻ ആരോഗ്യവും ഒക്കെ പണവും ഒക്കെ ഉള്ളവർ പോകാതിരിക്കാൻ പ്രവാചകൻ്റെ അടുത്ത് നിന്ന് സമ്മതം തേടുന്നത് കാണാം. ഞങ്ങളെ വിട്ടേക്കണം, ഞങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്ക് മടിയാണ്, പേടി, ഒന്ന് യുദ്ധത്തിൽ ചെയ്യാനും മടി, അതോടൊപ്പം ഭയവും. യുദ്ധത്തിന് പോകാൻ ജീവൻ നഷ്ടപ്പെടുമോ, സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയം മൂലം അപ്പോൾ വിശ്വാസം രൂഢമായിട്ടില്ല. വിശ്വാസികൾ വെച്ചാൽ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം. അതാണ് വിശ്വാസികൾ. ഒന്നും വേണ്ട. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എൻ്റെ വീട്ടിൽ അള്ളാഹും റസൂലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനും സമ്പത്തും അദ്ദേഹം ദാനം ചെയ്തു. അങ്ങനെയായി. അപ്പോൾ അദ്ദേഹം പട്ടിണി മൂലം മരിച്ചോ, അദ്ദേഹത്തിൻ്റെ കുടുംബം മരിച്ചോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ നമുക്ക് ചില ധാരണയാണ്, നമ്മൾ പണം സ്വരുക്കൂട്ടി വെച്ചത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അതൊക്കെ തെറ്റിദ്ധാരണ. പക്ഷെ അള്ളാഹു നമ്മളെ ജീവിപ്പിക്കും. മനസ്സിലായി? അള്ളാഹു എങ്ങനെയാണോ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചത്, അതെന്തായാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ പ്രസംഗത്തിൽ കേട്ടപ്പോൾ ഖാസിം ഉസ്താദ് ഒരു സംഭവം പറഞ്ഞു, നമ്മുടെ ഹിളൂർ നബിയുടെ കഥ. അപ്പോൾ മൂസാ നബി യാത്ര ചെയ്യുമ്പോൾ ഒരു മതിൽ കണ്ടല്ലോ, പൊളിഞ്ഞു വീഴാനായ മതിൽ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത, മതിൽ കെട്ടിക്കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ മൂസാ നബി എന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് വിറകൊക്കെ കൊണ്ടുവന്ന്, തീയൊക്കെ കത്താത്ത വിറകും പുകഞ്ഞിട്ട് ആകെ സ്വയിപ്പാകെ മൂസാ നബി. പക്ഷെ നബിക്കോ ഒന്നും ഭക്ഷണത്തിന് വേണ്ടി യാതൊരു ടെൻഷനും ഇല്ല. മൂസാ നബിയുടെ ഭക്ഷണം എത്തുന്നതിന് മുമ്പ് നബിയുടെ നല്ല രുചികരമായ ഭക്ഷണം കിട്ടുകയും ചെയ്തു. ജിബ്രീൽ അലൈഹി സ്വലാം കൊണ്ടുവന്നു. അപ്പോൾ മൂസാ നബി മനസ്സുകൊണ്ട് പറയും, എനിക്കല്ലേ തരേണ്ടത്, ഞാനല്ല കഷ്ടപ്പെട്ട് ഇതൊക്കെ കൊണ്ടുവന്നത്, വിറകും ഇതൊക്കെ കൊണ്ടുവന്നത്, ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഇതൊന്നും മൂസാ നബിക്കൊന്നും കൊടുക്കാതെ ഹിളർ നബിക്ക് കൊടുത്തു. കാരണം ഹിളർ നബി പൂർണ്ണമായും തവക്കുലായി ജീവിച്ച വ്യക്തിയാണ്, പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ തവക്കുലായിട്ടും. അതുകൊണ്ടാണ് ഇതൊക്കെ പല സംഭവങ്ങളും മറന്നിരിക്കുന്ന പല സംഭവങ്ങളും മനസ്സിലാക്കിയിട്ടും ഇതൊക്കെ എനിക്ക് അള്ളാഹു നൽകിയതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോയത്. ശരി. അതുപോലെ തന്നെ പ്രവാചകനെ സുഹൃത്തായിട്ട് കിട്ടിയിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിയതും അദ്ദേഹത്തിന് തവക്കുലാണ്. മനസ്സിലല്ലേ? അള്ളാഹു മാത്രം മതി, പ്രവാചകൻ്റെ ആവശ്യം നമുക്കില്ല. അല്ലെങ്കിൽ അദ്ദേഹം അനുസരണക്കേട് കാണിക്കുന്നവരെ എൻ്റെ കൂടെ കൂട്ടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം. നമ്മളൊക്കെ ആണെങ്കിലോ നല്ല പ്രവാചകനെ കിട്ടിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും അയാളുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കില്ലേ? ഇപ്പോൾ മോദിയുടെ കയ്യൊന്ന് കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ ഓടി നടക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, മൂസാ നബിയിൽ നിന്ന് അനുസരണക്കേട് കണ്ടപ്പോഴത്തേനും അദ്ദേഹം ഒഴിവാക്കി, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. യാതൊന്നും പ്രതീക്ഷിക്കാതെ ഇരുന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇച്ഛ നടപ്പിലാക്കില്ലേ. ഒരു ഗ്രാമത്തിലെ ജനങ്ങളൊന്നും ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല, എന്നിട്ട് പോലും അവിടേക്കുള്ള ഒരു മതിൽ ശരിയാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു. നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് കൊല്ലുക എന്ന് വിചാരിക്കും, നിഷ്കളങ്കരെ. പക്ഷെ അദ്ദേഹം കൊന്നു. കാരണം ആ കുട്ടി വളർന്നു വന്നാൽ മാതാപിതാക്കളെ ദ്രോഹിക്കുമെന്ന് മനസ്സിലായപ്പോൾ ആ കുട്ടിയെ കൊല്ലും. അതുപോലെ തന്നെ കുട്ടികൾ പന്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ കുട്ടിയുടെ കാലിൽ നിന്നും പന്ത് തട്ടി നേരെ ഹിളർ നബിയുടെ നെഞ്ഞത്തേക്കാണ് പന്ത് വന്ന് അടിച്ചത്. മറ്റു കുട്ടികളെ പേടിച്ചു
അപ്പോൾ നമ്മളെ ഉപദ്രവിക്കും പോകണ്ട. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, അവരപ്പോൾ പേടിക്കണമെന്ന് ആവശ്യമില്ല. കുട്ടി ധൈര്യത്തിൽ വന്നിട്ട് നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള പന്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നബി എന്ത് ചെയ്തു, കുട്ടിയുടെ കഴുത്തിന് പിടിച്ച് തൊട്ടടുത്തുള്ള മതിലിന് പോയി അമർത്തി കൊല്ലുകയുണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ, മാതാപിതാക്കൾക്ക് ദ്രോഹം വരുത്തുന്ന കുട്ടികളെ ഭൂമിയിൽ അവശേഷിപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം കരുതി. അപ്പം എങ്ങനെ ആയിരിക്കണം, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം വിശ്വാസികൾ. അത് എൻ്റെ സ്വത്ത് നഷ്ടപ്പെടും, എൻ്റെ മാനം നഷ്ടപ്പെടും, എൻ്റെ പണം നഷ്ടപ്പെടും എന്ന് വിചാരിക്കരുത്. നമ്മൾ അള്ളാഹുവിനോട് എല്ലാം ത്യജിച്ച് മുന്നോട്ട് പോകണം. എങ്കിലേ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മളെന്ത് ചെയ്യും, എല്ലാം എന്ത് ചെയ്യും, അമ്മിക്കടിയിൽ വാൽ ചുരുട്ടി വെച്ചിട്ടാണ് നമ്മുടെ നടത്താം. ഭാര്യമാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും. അപ്പോൾ നമ്മൾ പേടിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഭാര്യമാരെയും നാട്ടുകാരെയും മറ്റുള്ളവരെയും നമ്മുടെ ജോലി സ്ഥലത്തെ ഓഫീസർമാരെയും മാനേജർമാരെയും ഒക്കെയാണ് പേടിക്കുന്നത്. നമ്മൾ ആരും ഭയപ്പെടാതെ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി തയ്യാറാവണം. അപ്പോൾ ഇവർ കഴിയുന്നിടത്തോളം യുദ്ധത്തിന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. പിന്നെ പറയാണ്, യുദ്ധത്തിന് പോകാതെ ഒഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലായിരിക്കുന്നതിൽ അവർ തൃപ്തിയടഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അപ്പോൾ പെണ്ണുങ്ങളെ പോകാതെ വീട്ടിലിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ചില ആൾക്കാരുണ്ടാവും ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കും, അതിൽ സന്തോഷം കൊള്ളുക, വീട്ടിലിരിക്കുന്നതിൽ സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ ഇവർ യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുന്നവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലേ? പ്രവാചക കാലത്ത് 3 പേര് പിന്നെ വീട്ടിലകപ്പെട്ടു പോയ കഥ നമുക്കറിയാമല്ലോ. അല്ലെ? യുദ്ധത്തിന് പോകാതെ മടിച്ചിരുന്ന് വീട്ടിൽ പെണ്ണുങ്ങളെ പോലെ ഇരിക്കേണ്ടി വന്നു. കാരണം യുദ്ധത്തിന് ഇവരൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആ നാട്ടിൽ ഈ 3 യുവാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുവാക്കളെന്ന് പറയാൻ പാടില്ല, ആണും പെണ്ണും കെട്ടവർ. പിന്നെ ആ നാടുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും കുറച്ച് വൃദ്ധന്മാരും മാത്രമായിരുന്നു, രോഗികളുമൊക്കെ. അല്ലാണ്ട് ഇവരെ പോലെ ആരോഗ്യമുള്ള വ്യക്തികളില്ലായിരുന്നു. അപ്പോൾ ആകെപ്പാടെ നാണക്കേടായി. ഇപ്പോൾ പറഞ്ഞു വരുന്നവർ യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുന്ന പിന്നെ പെണ്ണുങ്ങളാണ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ധർമ്മസമരത്തിൽ പോരാടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഇക്കാലത്ത് നമുക്കിവിടെ നമ്മുടെ സംസ്ഥാനത്ത് യുദ്ധമില്ലാതിരിക്കട്ടെ. കാരണം യുദ്ധം വന്നു കഴിഞ്ഞാൽ പലതും നമുക്ക് നഷ്ടപ്പെടും. അല്ലേ? ഇപ്പോൾ നമുക്കറിയാതെ നേപ്പാളിലൊരു ചെറിയൊരു പ്രക്ഷോഭമുണ്ടായി. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം നടന്നു, അവരുടെ ഭരണകൂടത്തെ താഴ്ത്തിടാൻ കഴിഞ്ഞു. അവർക്ക് നഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ പുനഃസ്ഥാപിക്കാനൊക്കെ കഴിഞ്ഞു. ചെറിയ നേട്ടമുണ്ടായി, പക്ഷേ യഥാർത്ഥ നേട്ടം കരസ്ഥമാക്കാൻ കഴിയും. കാരണം രാജഭരണം വേണമെന്ന് അവരാവശ്യപ്പെട്ടു. ഇപ്പോഴും അവിടെ ജനാധിപത്യ ഭരണം തന്നെയാണ്. ജനാധിപത്യം ചില ഇല്ലുമിനാറ്റികൾ ഉണ്ടാക്കിയെടുത്ത ഭരണം. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഒന്നിട്ട് ചെയ്യുകയില്ല. അല്ലേ? നമ്മളെ പത്രം മുറിച്ച് നോക്കിയാൽ കാണാം. പിന്നെ പേപ്പട്ടി നായ്ക്കളെ കൊല്ലാം ഒരു ദിവസം ഉത്തരവുണ്ടാവും, പിറ്റേ ദിവസം കൊല്ലരുതെന്ന് ഉത്തരവുണ്ടാവും. അല്ലേ? ഇപ്പോൾ അടുത്തൊരു ഇത് വന്നിട്ടുണ്ട്, പന്നികളെ വെടിവെച്ച് കൊല്ലാം. ഇനി അടുത്ത ആഴ്ച പേപ്പർ നോക്കിയാണ് അത് സ്റ്റേ ചെയ്തിരിക്കുന്നു, ആ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതിങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന ചില വാർത്തകളൊക്കെ ആണുള്ളത്. ജനങ്ങളെ പിന്നെ ആടിനെ ഇല കാണിക്കുന്ന മാതിരി എങ്ങനെ കാണിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ജനാധിപത്യ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കുറേ സുപ്രീം കോടതിയും അവിടെ ഇവിടെയും കയറി ഇറങ്ങി വിവരാവകാശ നിയമങ്ങൾ അത് ഇത് മണ്ണാങ്കട്ട ഞങ്ങൾ ചുറ്റിക്കുന്ന ഒരു സമീപനമാണ് ജനാധിപത്യം. ഇല്ലുമിനാറ്റികൾക്ക് ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത ഇതാണ് ഈ ജനാധിപത്യം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നതോടുകൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അവർക്ക് നേതാവാക്കി തിരഞ്ഞെടുക്കാനും കഴിയും. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ബ്ലൂടൂത്ത് വഴിയൊക്കെ പുറമെ നിയന്ത്രിക്കാനൊക്കെ കഴിയും. അതുകൊണ്ടാണല്ലോ മോദിയും പിണറായിയും അധിക പേർക്കും ഇഷ്ടമില്ലാതിരുന്നു പോലും 2-3 തവണ അവർ തുടർഭരണം നടത്തുന്നത്. അപ്പം ഇങ്ങനെയുള്ള മർദ്ദകരായ ആളുകൾ നമ്മൾ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം, യുദ്ധം മാത്രമല്ല മറ്റ് ധർമ്മസമരങ്ങൾ നമ്മുടെ ജീവിതത്തിലും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ചൂടാതെ നമ്മൾ
അതിനുവേണ്ടി അള്ളാഹുവിനെ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുക. അള്ളാഹു എന്നുള്ള ആ ലക്ഷ്യത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് ബാക്കിയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കെല്ലാം നമുക്ക് കീഴ്പ്പെടും. നമ്മുടെ ലക്ഷ്യം അള്ളാഹു എന്നത് മാത്രമായിരിക്കണം അല്ലേ. ഒരേ ഒരു ലക്ഷ്യം ശബരിമല മമല എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഒറ്റ ലക്ഷ്യം അള്ളാഹുവിനെ തൃപ്തി. ആ തൃപ്തിക്ക് മുമ്പിൽ നമ്മുടെ ഭാര്യയും മക്കളും നാട്ടുകാരും വീട്ടുകാരും ഒന്നും വിലങ്ങ് തഴിയാൻ നിൽക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണോ അത് നമ്മൾ സ്ഥാപിക്കാം. അതിൽ നഷ്ടപ്പെടുന്നത് നമ്മൾ സഹിക്കാം. ആ സഹനത്തിൽ ഒരു മാധുര്യമുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഭാഗ്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.